ഹലോ വെൽക്കം ബാക്ക് ടു KTU സിവിൽ ആൻഡ് മെക്കോറ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് ഓണിലെ മൊഡ്യൂൾ 6 ആണ്. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ KTU സിവിൽ ആൻഡ് മെക്കോറ. സോ നമുക്ക് മൊഡ്യൂൾ 6 നോക്കാം. ഇതിൽ മെയിനായിട്ട് ആർച്ചസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ആർച്ചസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഷേപ്പ് വെച്ച് നോക്കുമ്പോൾ രണ്ട് ടൈപ്പാണുള്ളത്. സർക്കുലർ ആർച്ചസും ഉണ്ട്, പാരാബോളിക് ആർച്ചസും ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ സർക്കുലർ ആർച്ചസിനെ നോക്കാം. ഇതാണ് നമ്മുടെ സർക്കുലർ ആർച്ച്. അതിൽ ഒരു റൈസ് ഉണ്ട്, ഡിസ്റ്റൻസ് വരുന്ന റൈസ് ഉണ്ട്. ഇതിൽ സർക്കുലർ ആർച്ചസ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഇക്വേഷൻസാണ് മെയിനായിട്ട് പഠിക്കാനില്ല. ആറിൻ്റെയും എക്സിൻ്റെയും വൈൻ്റെയും. സോ ഈ 3 ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ഈ ഫിഗറിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് തന്നെ ആറിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച് നോക്കാം. ഈ ഡിസ്റ്റൻസ് L/2 ഇത് L/2 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് H ആയതുകൊണ്ട് തന്നെ ഇത് മൊത്തം ഡിസ്റ്റൻസ് 2R ആയിരിക്കുമല്ലോ. ഇവിടെ നോട്ടിട്ട് ഈ എൻഡ് വരെ ഡിസ്റ്റൻസ് 2R ആയിരിക്കും. ദെൻ ഈ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും 2R - H ആയിരിക്കും. ഇവിടെ നോട്ടിട്ട് ഇവിടെ വരെ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടുക. ഇത് നമുക്ക് എഴുതാം L/2 × L/2 = H × 2R - H. ദെൻ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറിൻ്റെ ഇക്വേഷൻ കിട്ടും. R = L² / 8H + H/2. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്ന എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് ആണ്. ദെൻ എക്സിൻ്റെ ഇക്വേഷൻ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇതാണ്. ഇവിടെ നോട്ടിട്ട് ഈ ഇഞ്ചിൻ്റെ സപ്പോർട്ട് തൊട്ടിട്ട് ഈ പോയിന്റ് വരെയാണ് എക്സിൻ്റെ ഡിസ്റ്റൻസ്. നമുക്കറിയാം ഇവിടെ നോട്ടിട്ട് ഈ മിഡ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് L/2 എന്നറിയാം. ദെൻ ഈ L/2 ഈ ഡിസ്റ്റൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടിയിട്ട് ഈ മിഡ് പോയിന്റിൽ നിന്ന് ഒരു ആംഗിൾ വരച്ചിട്ട് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നേരെ വരെ ഒരു ഡിസ്റ്റൻസ് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നത്. ദെൻ നമുക്ക് ഇത് തീറ്റയായിട്ടും ഈ ഡിസ്റ്റൻസ് എന്തായാലും 6 ആയിരിക്കുമല്ലോ. മിഡ് പോയിന്റ് എന്ന് ഈ സർക്കിളിൻ്റെ എങ്ങോട്ടേക്ക് ഏത് പോയിന്റിലേക്ക് വരച്ചാലും ആ ഡിസ്റ്റൻസ് 6 ആയിരിക്കുമല്ലോ. ദെൻ ഇത് 6 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും R sin θ. ദെൻ L/2 - R sin θ ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അതാണ് നമ്മൾ എക്സിൻ്റെ വാല്യൂ. X = L/2 - R sin θ. ദെൻ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടിയിട്ട് വൈൻ്റെ വാല്യൂ കാണുകയാണ്. നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഈ H-ന്ന് ഈ R മൈനസ് ചെയ്യുന്നു. H-ന്ന് R മൈനസ് ചെയ്താൽ ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടും. ദെൻ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് കിട്ടുക R cos θ + R cos θ ചെയ്താൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും. ദെൻ നമ്മൾ ഇതിനെ ചുരുക്കുന്നത് H - R × 1 - cos θ എന്ന് എഴുതും. അതാണ് നമ്മളെ വൈൻ്റെ ഇക്വേഷൻ. Y = H - R × 1 - cos θ. സർക്കുലർസിൻ്റെ ഇക്വേഷൻസ് എല്ലാം നോക്കി. ഇനി അടുത്ത് നോക്കാൻ പോകുന്ന പാരാബോളിക് ആർച്ചിൻ്റെ ആണ്. പാരാബോളിക് ആർച്ചിൻ്റെ വരുമ്പോൾ നോക്കാം. പാരാബോളിക് ആർച്ചിൻ്റെ ഡയറക്റ്റ് ഇക്വേഷനാണ് Y = 4HX / L² × L - X. റൈസ് H, ഇവിടുന്ന് ഒരു ഡിസ്റ്റൻസ് X, ഇത് Y, ബാക്കിയെല്ലാം L/2 തന്നെയായിരിക്കും. ദെൻ ഏത് രണ്ട് കേസിൽ വരുമ്പോൾ സർക്കുലർ കേസിൽ വരുമ്പോൾ പാരാബോളിക് കേസിൽ വരുമ്പോൾ നമുക്ക് നോർമൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാനും പറയും, റേഡിയൽ ഷെയർ കണ്ടുപിടിക്കാനും പറയും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ദെൻ നോർമൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് N = V sin θ + H cos θ. അതേപോലെ തന്നെ റേഡിയൽ ഷെയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് V cos θ - H sin θ. ഓക്കെ, ഇത് V ആണ്. V എന്താണെന്ന് വെച്ചാൽ ഷിയർ ഫോഴ്സ് ആണ് V. അതേപോലെ തന്നെ H എന്താണെന്ന് വെച്ചാൽ ഹൊറിസോണൽ ഫോഴ്സും ആണ്. തീറ്റ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. അതാണ് പ്രോബ്ലം. A 3-hinged circular arch hinged at the springing and crown point has a span of 40 meter and a center rise 8 meter. It carries a uniformly distributed load 20 kN/m over the left half of the span together with a concentrated load of 100 kN at the quarter span point. Find the reaction at the support, normal thrust and shear at the section 10 meter from left support. ഓക്കെ, ഇതിൽ നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൊത്തം സ്പാന് 40 മീറ്ററാണ് തന്നിട്ടുണ്ട്. സെൻട്രൽ റൈസ് തന്നിട്ടുണ്ട് 8 മീറ്ററാണ് തന്നിട്ടുണ്ട്. സ്പാനിൻ്റെ ലെങ്ത്ത് 40 മീറ്ററാണെന്നും ഇതിൻ്റെ റൈസ് 8 മീറ്ററാണ് തന്നിട്ടുണ്ട്. ദെൻ അതിലൊരു യൂഡിയലി ക്യാരി 20 kN/m യൂഡിയലി ക്യാരി ചെയ്യുന്നത് ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി സ്പാൻ. ലെഫ്റ്റ് ഹാഫ് ഇത് പകുതി വരെ, ലെഫ്റ്റിൽ നിന്ന് പകുതി വരെയുള്ള ഡിസ്റ്റൻസിൽ ഒരു യൂഡിയൽ
ക്യാരി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ ക്വാർട്ടറിൽ ഒരു 100 കിലോ ന്യൂട്ടൺ ലോഡ് ആക്റ്റും ചെയ്യുന്നുണ്ട്. ക്വാർട്ടറിൽ ഒരു 100 കിലോ ന്യൂട്ടൺ ലോഡും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മളിത് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഫൈൻഡ് ദി റിയാക്ഷൻ അറ്റ് ദി സപ്പോർട്ട്, നോർമൽ ത്രസ്റ്റ് ആൻഡ് ഷിയർ അറ്റ് ദി സെക്ഷൻ. 10 മീറ്റർ എന്നുള്ള ലെഫ്റ്റ് സൈഡിൽ നിന്ന് 10 മീറ്ററിലേക്കുള്ള റിയാക്ഷൻസും കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ നോർമൽ ത്രസ്റ്റും ഷിയറും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് എപ്പം ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് തന്നെ വി എയും വി ബിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. സിഗ്മ എം അറ്റ് ബി ചെയ്തിട്ട് നമുക്ക് എം അറ്റ് ബി ചെയ്യുന്നു. ദെൻ എം അറ്റ് ബി ചെയ്യുമ്പം മറ്റ് ബി ഈസിക്കൽ ടു 0, ദെൻ ബി എ ഇൻറ്റു മൊത്തം ഡിസ്റ്റൻസ് 40 മൈനസ് 20 താഴത്തേക്കാണല്ലോ. ദെൻ 20 ഇൻറ്റു മൊത്തം ഡിസ്റ്റൻസ് 20 ഇൻറ്റു ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഇതിൻ്റെ പകുതി പ്ലസ് മൊത്തം ഡിസ്റ്റൻസ് 30. 20 ഇൻറ്റു 30 മൈനസ് 100 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 10 ഈക്വൽ ടു 0 ഇട്ട് കഴിഞ്ഞാൽ വി എക്ക് വാല്യൂ കിട്ടും 325 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് എഫ് ഐ ഈസിക്കൽ ടു 0 ചെയ്യുമ്പോൾ വി എ പ്ലസ് വി ബി ഈസിക്കൽ ടു 20 ഇൻറ്റു 20 പ്ലസ് 100 ഈസിക്കൽ ടു വി ബിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഈ വി എൻ്റെ വാല്യൂ ഇതിൽ കൊടുക്കുന്നു. ദെൻ വി ബിൻ്റെ വാല്യൂ കിട്ടും 175 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ദെൻ അടുത്ത കണ്ടുപിടിക്കാൻ നമുക്ക് എച്ച് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടിയിട്ട് നമ്മൾ ക്രൗണിലെ മൊമെൻറ്റ് ഈസിക്കൽ ടു 0 കൊടുക്കുന്നത്. ക്രൗണിലെ മൊമെൻറ്റ് ഈസിക്കൽ ടു 0 കൊടുത്താൽ മാത്രമേ നമുക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദെൻ നമ്മൾ എം അറ്റ് സി ഈസിക്കൽ ടു 0 കൊടുക്കുന്നത്. ദെൻ വി ബി ഇൻറ്റു സി താഴോട്ടേക്കാണല്ലോ, ഈ ഡിസ്റ്റൻസ് പകുതിയിലാണല്ലോ ആക്ട് ചെയ്യുന്നത്. ദെൻ വി ബി ഇൻറ്റു പകുതി ഡിസ്റ്റൻസ് 20 മൈനസ് 100 താഴോട്ടേക്കാണല്ലോ, മൈനസ് 100 ഇൻറ്റു ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് 10. ദെൻ 100 ഇൻറ്റു 10 മൈനസ് എച്ച് ഇൻറ്റു ഈ സാഗിൻ്റെ ഈ റൈസിൻ്റെ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. പിന്നെ എച്ച് ഇൻറ്റു 8 കൊടുക്കാം. മൈനസ് എച്ച് ഇൻറ്റു 8. ദെൻ നമുക്ക് വി ബിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരത്തെ കണ്ടുപിടിച്ചതെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ എച്ചിൻ്റെ വാല്യൂ കിട്ടും 312.5 കിലോ ന്യൂട്ടൺ എച്ചിൻ്റെ വാല്യൂവും കിട്ടും. ദെൻ അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആറിൻ്റെ ഇക്വേഷൻ, ആർ ഈസിക്കൽ ടു എൽ സ്ക്വയർ ബൈ എച്ച് 8h പ്ലസ് h ബൈ 2, എൽ 40, h 8. ദെൻ നമുക്ക് അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് തീറ്റ കണ്ടുപിടിക്കണം. ഇതെല്ലാം എന്തിനാ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ വെർട്ടിക്കൽ ഷെയറും റേഡിയൽ ഷെയറും കണ്ടുപിടിക്കേണ്ടിയിട്ട് വേണം. ഇക്വേഷൻ നോക്കിയാൽ തരും. എച്ച് വേണം ഇതിൽ, പിന്നെ തീറ്റ വേണം ഇതിൽ, ദെൻ വെർട്ടിക്കൽ ഷെയർ വിയും കണ്ടുപിടിക്കണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ തീറ്റ കണ്ടുപിടിക്കേണ്ടത് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 10/r സൈൻ തീറ്റ. ഇതൊരു ട്രയാങ്കിളായിട്ട് എടുക്കുന്നത്. നമുക്ക് ഈ റേഡിയസ് തന്നിട്ടുണ്ടോ? റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ച് ഇക്വേഷനിൽ കൊടുത്തിട്ട് റേഡിയസ് കണ്ടുപിടിച്ച് 10 സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ദെൻ തീറ്റ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് കൊടുത്തിട്ട് തീറ്റേൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് ഇത് 10 ആണല്ലോ, ഇത് പകുതിയിലാണല്ലോ ആക്ട് ചെയ്യുന്നത്. 10 ഇത് 10 ആയതുകൊണ്ട് ബാക്കി ഡിസ്റ്റൻസ് 10 ആയിരിക്കും. ദെൻ ഈ ഡിസ്റ്റൻസ് 10 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 10 ആയിരിക്കും. ദെൻ നമുക്ക് കിട്ടും സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 10/r. അപ്പം തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 10/29. അതിന് നമുക്ക് തീറ്റേൻ്റെ വാല്യൂ കിട്ടും 20.171 ഡിഗ്രി എന്ന് കിട്ടും. ദെൻ വേർട്ടിക്കൽ ഷെയർ നമ്മൾ ഇപ്പം കണ്ടുപിടിച്ചാൽ വി എയും വി ബിയും എല്ലാം നമുക്ക് എടുക്കേണ്ടത്. ഈ ഇക്വേഷനിൽ കൊടുക്കാൻ വേർട്ടിക്കൽ ഷെയർ കണ്ടുപിടിക്കണം. അത് നമുക്കൊരു ഡിസ്റ്റൻസിൽ ഈ നോർമൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാണല്ലോ പറഞ്ഞിട്ടില്ലേ. അതോ ആ ഡിസ്റ്റൻസിലില്ല വേർട്ടിക്കൽ ഷെയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ നമുക്കത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഒരു ഇവിടം വരെയുള്ള പോർഷനിൽ ഇത് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ, ലോഡ് മാത്രം, വേറെ ഒന്നും കൺസിഡർ ചെയ്യാൻ പാടില്ല. ഇത് വി എയും എച്ചും ദെൻ ഈ 20 മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ദെൻ വി എ ഇൻറ്റു 10 വരും. ദെൻ എച്ച് ഇൻറ്റു ഇവിടെ വേർട്ടിക്കൽ ഹൊറിസോണൽ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നില്ല, വി ആണല്ലോ എടുക്കുന്നത്. ദെൻ നമ്മൾ വി എ ഇൻറ്റു 10 മൈനസ് 20 ഇൻറ്റു 10 ഇൻറ്റു 5 അങ്ങനെ ആയിരിക്കും ഇതിൽ വി എ വരിക. സോറി ഇത് ഫോഴ്സ് ആണല്ലോ, വേർട്ടിക്കൽ ഫോഴ്സ് ആണല്ലോ, മിസ്റ്റേക്ക് ഉണ്ട്. വി എ ഇൻറ്റു 10 അല്ല, വി മൈനസ് 20 ഇൻറ്റു 10 ആയിരിക്കും വിൻ്റെ വാല്യൂ വരിക. വി ഈസ് ഇക്വൽ ടു വി എ മൈനസ് 20 ഇൻറ്റു 10. നമുക്ക് വി എക്ക് വാല്യൂ കിട്ടും 125 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ദെൻ ഈ 125 ആണ് ഈ വീക്കിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നമുക്ക് വി ഇതിൽ കൊടുക്കുക, എച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, തീറ്റ എല്ലാം കൊടുക്കുക. ദെൻ നമുക്ക് നോർമൽ ത്രസ്റ്റിൻ്റെ വാല്യൂ കിട്ടും 337.437 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ദെൻ അതേപോലെ തന്നെ റേഡിയൽ ഷെയറിലേക്ക് കൊടുക്കുന്നത്
ബിൻ്റെ വാല്യൂ കൊടുക്കുക, എച്ചിൻ്റെ വാല്യൂ കൊടുക്കുക, തീറ്റേൻ്റെ വാല്യൂ കൊടുക്കുക, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റേൻ്റെ വാല്യൂ കിട്ടും, ക്യൂവിൻ്റെ വാല്യൂ കിട്ടും 9.575 കിലോ ന്യൂട്ടൺ കിട്ടും. സപ്പോസ് ഈ ക്വസ്റ്റനിൽ ചിലപ്പോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് തന്നിരിക്കുന്ന ഡിസ്റ്റൻസിലെ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ദെൻ മൊമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഡിസ്റ്റൻസിലെ മൊമെൻ്റ് ആണല്ലോ കാണേണ്ടത്. ആ മൊമെൻറ്റ് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇത് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് മൈനസ് ഇത് ഇൻറ്റു ഈ ഡിസ്റ്റൻസും കൂടി ചെയ്യേണ്ടി വരും. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ വൈഡിൻ്റെ വാല്യൂ, വൈഡിൻ്റെ ഇക്വേഷൻ നമ്മൾ എടുക്കണം. വൈഡിൻ്റെ ഇക്വേഷൻ എന്നാൽ h മൈനസ് ആർ ഇൻറ്റു 1 - cos θ ആണല്ലോ. ആ ഇക്വേഷൻ വെച്ചിട്ട് വൈഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ h ഇൻറ്റു വൈഡി ചെയ്താൽ, ദെൻ അതേപോലെ തന്നെ 20 × 10 × 5 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ മൊമെൻറ്റ് കിട്ടുക. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? VA ഇൻറ്റു ഈ ഡിസ്റ്റൻസ് മൈനസ് h ഇൻറ്റു വൈഡിൻ്റെ വാല്യൂ വൈഡിൻ്റെ ഇക്വേഷൻ വെച്ച് കാണുക. ദെൻ 20 × -10 ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്ഷനിലെ മൊമെൻറ്റവും കിട്ടും. അത് ചെറിയ ക്വസ്റ്റനിലും ചോദിക്കുന്നുണ്ട് മൊമെൻറ്റ് കണ്ടുപിടിക്കേണ്ടിയിട്ട്. നമുക്ക് ഒരു പാരബോളിക് ആർച്ചിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. A 3-hinged parabolic arch hinged at the supports and at the crown has a span of 24 meter and a center rise of 4 meter. It carries a concentrated load of 50 kilonewton at 80 meter from left support and UDL of 30 kilonewton per meter over the left half portion. Determine the moment, thrust and radial shear at the portion 6 meter from left support. Okay. നമുക്ക് ഫിഗർ വരയ്ക്കാം. ചില ക്വസ്റ്റനിലൊന്നും ഫിഗർ തന്നിട്ടുണ്ടാവില്ല. ഫിഗർ നമ്മൾ ക്വസ്റ്റൻ നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഇതിൽ പറഞ്ഞിട്ടുണ്ട് 24 മീറ്റർ സ്പാനാന്ന് തന്നിട്ടുണ്ട്. UDL ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് പകുതിയിൽ UDL ആക്ട് ചെയ്യുന്നുണ്ട് 30 കിലോ ന്യൂട്ടണിൽ. ദെൻ അതേപോലെ തന്നെ ക്വാർട്ടർ സ്പാനിൽ 50 കിലോ ന്യൂട്ടനും ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റൈസ് എന്ന് വെച്ചാൽ 4 മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ദെൻ 6 മീറ്റർ ഡിസ്റ്റൻസിലുള്ള മൊമെൻറ്റും കണ്ടുപിടിക്കണം, ത്രസ്റ്റും കണ്ടുപിടിക്കണം, നോർമൽ ത്രസ്റ്റ് കണ്ടുപിടിക്കണം, റേഡിയൽ ഷെയർ കണ്ടുപിടിക്കണം. ഇതൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ദെൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് തന്നെ VAയും VBൻ്റെയും വാല്യൂ എടുക്കുക. മൊമെൻ്റ് അറ്റ് B ഈസിക്കൽ ടു 0, മൊമെൻ്റ് അറ്റ് B at 0 കൊടുക്കുന്നത്. ദെൻ VA × 24 മൈനസ് 30 × 12 മൈനസ് 80 മൈനസ് 15 × 6 ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞിട്ട് VAക്ക് വാല്യൂ 282.50 കിലോ ന്യൂട്ടൺ കിട്ടും. ദെൻ VA പ്ലസ് VB ഈസിക്കൽ ടു 330 × 12 മൈനസ് പ്ലസ് 50 ഈക്വൽ 50 ചെയ്യും. ദെൻ VAൻ്റെ വാല്യൂ ഇതിലേക്ക് കൊടുക്കുന്നത്. ദെൻ VBക്ക് വാല്യൂ 127.5 കിലോ ന്യൂട്ടൺ VBക്കും വാല്യൂ കിട്ടും. VAയും VBയും കണ്ടുപിടിച്ചതിന് നേരത്തെ ചെയ്ത പോലെ തന്നെ മൊമെൻ്റ് അറ്റ് ക്രൗൺ ചെയ്യുന്നത്, ഹൊറിസോണൽ റിയാക്ഷൻ കണ്ടുപിടിക്കേണ്ടിയിട്ട് മൊമെൻ്റ് അറ്റ് ക്രൗൺ ചെയ്യുന്നത്. ദെൻ നമുക്ക് കിട്ടും VB ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 12 മൈനസ് h ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 4 മൈനസ് 50 × 6. അത് ചെയ്താൽ മൊമെൻ്റ് അറ്റ് ക്രൗൺ കിട്ടും. മൊമെൻ്റ് അറ്റ് ക്രൗൺ അങ്ങനെ കണ്ടുപിടിക്കുക. ദെൻ മൊമെൻ്റ് അറ്റ് VB × 12 മൈനസ് h × 4 മൈനസ് 50 × 6 ഈക്വൽ ടു 0 കൊടുക്കുക. VBൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചാൽ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Hന് വാല്യൂ കിട്ടും 307.5 കിലോ ന്യൂട്ടൺ Hന് വാല്യൂ കിട്ടും. ഓക്കെ ആണല്ലോ. ദെൻ ഫസ്റ്റ് തന്നെ ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല, മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. മൊമെൻറ്റ് അറ്റ് 6 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്, 6 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ടിലെ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ദെൻ നമുക്ക് മൊമെൻറ്റ് കാണണമെങ്കിൽ Hൻ്റെ കൂടെ ഈ വാല്യൂയും കൂടി വേണം, YDയും കൂടി വേണം. ഇതാണ് YD. ഈ 6 മീറ്ററിന് നേരെയുള്ള ഡിസ്റ്റൻസ് ആണ് YD. ദെൻ മൊമെൻറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആദ്യമായിരുന്നു VA × 6 മൈനസ് h × YD മൈനസ് 30 × 12 × 6. അത് നമ്മൾ ആദ്യം എഴുതി വെക്കാം. VA × 6 മൈനസ് h × YD മൈനസ് 13 × 6 6/2, അതാണ് 6² എന്ന് എഴുതിയതാണ്. ദെൻ നമുക്ക് ആദ്യം YDൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. പാരാബോള വരുമ്പം Yൻ്റെ ഇക്വേഷൻ എന്താ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. ദെൻ പാരാബോളൻ്റെ YDയിലെ ഇക്വേഷൻ എഴുതുന്നത് YD is equal to 4hx divided by L square into L minus x. അതാണ് പാരാബോള വരുമ്പോൾ YDൻ്റെ ഇക്വേഷൻ. H അറിയാൻ നമുക്ക് 4 ആണ് തന്നിട്ടുണ്ട്, X തന്നിട്ടുണ്ട്. നമുക്ക് ഏത് സെക്ഷനിലാണ് മൊമെൻ്റ് എടുക്കേണ്ടത് അതാണ് X, അത് 6 ആണ് തന്നിട്ടുണ്ട്. ദെൻ L 24, അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് YDക്ക് വാല്യൂ 3.
ദെൻ ഈ 3 വൈഡിൻ്റെ വാല്യൂ 3 ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ച് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് മൊമെൻ്റ് അറ്റ് 6 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ടിൻ്റെ വാല്യൂ കിട്ടും 232.5 കിലോ ന്യൂട്ടൺ കിട്ടും. അടുത്ത കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷെയറും കണ്ടുപിടിക്കണം. നോർമൽ ത്രസ്റ്റ് ആണ് തീറ്റ വേണം. അതേപോലെ തന്നെ വേർട്ടിക്കൽ ഷെയർ ആ ഡിസ്റ്റൻസിലുള്ള വേർട്ടിക്കൽ ഷെയറും കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് തന്നെ നമ്മൾ വേർട്ടിക്കൽ ഷെയർ കണ്ടുപിടിക്കുന്നത് ഈ 6 മീറ്ററിലുള്ള വേർട്ടിക്കൽ ഷെയർ. ഈ VA ഉണ്ട്, ഈ 30 കിലോ ന്യൂട്ടൺ UDL താഴോട്ടായിട്ടുണ്ട്. അപ്പം VA മൈനസ് 13 × 12 ചെയ്ത് കഴിഞ്ഞാൽ വേർട്ടിക്കൽ ഷെയർ കിട്ടും. VA മൈനസ് 13 × 6 അത് സെക്ഷൻ ആണല്ലോ. ഓക്കെ, VAൻ്റെ വാല്യൂ കൊടുക്കുന്നത് 13 × 6. നമുക്ക് വിൻ്റെ വാല്യൂ കിട്ടും 102.5 കിലോ ന്യൂട്ടൺ വിൻ്റെ വാല്യൂ കിട്ടും. ദെൻ ഇതിൽ നമുക്ക് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫോമാണ്. നമുക്ക് ഈ തന്നിരിക്കുന്ന YDൻ്റെ വാല്യൂ ഉണ്ടല്ലോ, അതിനെ dy/dx വെച്ച് ചെയ്താൽ നമുക്ക് tan തീറ്റേൻ്റെ വാല്യൂ കിട്ടും. dy/dx tan തീറ്റ ആണല്ലോ. ദെൻ ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ ഈ ഫോമിലേക്ക് മാറും. 4h / L² × L - 2x. ഇതാണ് നമ്മൾ tan തീറ്റ. tan തീറ്റ = 4h / L² × L - 2x ആണ് tan തീറ്റേൻ്റെ ഇക്വേഷൻ. ദെൻ തീറ്റ = tan ഇൻവേഴ്സ് 4h / L² × L - x. ഈ വാല്യൂസ് എല്ലാം കൊടുക്കുന്നത് h4, L24, x6 അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ tan തീറ്റക്ക് വാല്യൂ കിട്ടും 18.435 കിലോ ന്യൂട്ടൺ ഡിഗ്രിന്ന് തീറ്റേൻ്റെ വാല്യൂ കിട്ടും. ദെൻ നോർമൽ ത്രസ്റ്റിൻ്റെ ഇക്വേഷൻ എഴുതുക. V കണ്ടുപിടിച്ച്, H കണ്ടുപിടിച്ച്, തീറ്റ കണ്ടുപിടിച്ച് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നോർമൽ ത്രസ്റ്റിൻ്റെ വാല്യൂ കിട്ടി 324.133 കിലോ ന്യൂട്ടൺ കിട്ടി. അതേപോലെ തന്നെ റേഡിയൽ ഷെയറിൻ്റെ ഇക്വേഷൻ എഴുതുക. തീറ്റ Q = V cos θ - H sin θ. ദെൻ അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് റേഡിയൽ ഷെയറിൻ്റെ വാല്യൂ കിട്ടും 0 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി കുറച്ച് ഡെറിവേഷൻസ് ആണ് കുറച്ച് ഇനി പഠിക്കാനില്ല. ഫസ്റ്റത്തെ എന്താണെന്ന് നോക്കാം. A 3-hinged semi-circular arch of radius r carries a UDL of intensity W per unit length over its entire span. ഒരു 3-hinged semi-circular arch തന്നിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ് r എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു UDL അതിൻ്റെ മൊത്തം ലെങ്ത്തിലും ഒരു W per unit ലെങ്ത്തിൽ UDL മൊത്തം ലെങ്ത്തിലും ആക്ട് ചെയ്യുന്നുണ്ട്. Its entire horizontal span. Determine the reaction of support and maximum bending moment in the arch. ഇതിൽ പറഞ്ഞിരിക്കുന്ന റിയാക്ഷൻ വിത്ത് സപ്പോർട്ടും മാക്സിമം ബെൻഡിങ് മൂവ്മെൻറ്റിൻ്റെ ആർച്ചും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അതും തന്നെ നമ്മൾ തന്നിരിക്കുന്ന സാധനത്തിൻ്റെ ഫിഗർ വരയ്ക്കാം. സെമി സർക്കുലർ ആർച്ചാണ്. സോ ഇതിൻ്റെ സെൻട്രൽ പോയിന്റ് ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടുന്ന് ഇതിൻ്റെ റൈസ് എന്ന് വെച്ചാൽ 6 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ദെൻ ഈ ഡിസ്റ്റൻസ് 6 ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് 6 ആയിരിക്കും. ദെൻ UDL എല്ലാ ലെങ്ത്തിലും എൻറ്റയർ ലെങ്ത്തിൽ UDL ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു YD കുറച്ച് X ഡിസ്റ്റൻസിൽ YD ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നേരത്തെ കണ്ടുപിടിച്ചാൽ VAയും VDൻ്റെ വാല്യൂ നമുക്കറിയാം. WL/2 ആയിരിക്കും. UDL ആയതുകൊണ്ട് WL/2 ആയിരിക്കും. ദെൻ L എന്ന് വെച്ചാൽ 2R ആയിരിക്കും. ദെൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ VAൻ്റെയും VBൻ്റെയും വാല്യൂ WR എന്ന് കിട്ടും. ദെൻ നേരത്തെ നമ്മൾ തന്നെ മൊമെൻ്റ് അറ്റ് ക്രൗണിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും H × റൈസ് R പ്ലസ് W × R × R/2 മൈനസ് V × R ചെയ്യാം. VB × R, VBയുടെ WR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. ദെൻ നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂസ് എല്ലാം H × R, VAൻ്റെ വാല്യൂ VA × R മൈനസ് VA × R. മൊമെൻ്റ് ക്രൗൺ ഈ സൈഡിൽ നിന്നാണ് എടുത്തത്. ഈ സൈഡിൽ നിന്നാണ് മൊമെൻ്റ് ക്രൗൺ. ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ എടുക്കുക, ഒരു പ്രശ്നവുമില്ല. ഇത് രണ്ട് സെയിം തന്നെ ആയതുകൊണ്ട് പകുതി ആയിരിക്കും. രണ്ടും സെയിം വാല്യൂ തന്നെ കിട്ടുക. അപ്പോൾ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. VAൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, WR എന്ന് കിട്ടും. × R പ്ലസ് WR ഈ UDLൻ്റെ മൊമെൻറ്റ് WR × R/2 ദെൻ WR²/2 എന്ന് കിട്ടും. ദെൻ നമുക്ക് ഇതെല്ലാം ചുരുക്കി കഴിഞ്ഞാൽ Hൻ്റെ വാല്യൂ കിട്ടും WR/2 എന്ന് കിട്ടും. അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന Xൻ്റെയും Yൻ്റെയും ക്വസ്റ്റനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മൊമെൻറ്റും നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷെയറും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടില്ലേ അല്ലേ? സോറി ഡിറ്റർമിൻ റിയാക്ഷൻ വിത്ത് സപ്പോർട്ട്സ് ആൻഡ് മാക്സിമം ബെൻഡിങ് മൂവ്മെൻറ്റ് ഇൻ ദി ആർച്ച്.
മാക്സിമം ബെൻഡിങ് മൂവ്മെൻറ്റ് ഇൻ ദി ആർച്ച്. മാക്സിമം ബെൻഡിങ് മൂവ്മെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിതിൽ എന്തൊക്കെ വേണം? മാക്സിമം ബെൻഡിങ് മൂവ്മെൻറ്റ് കണ്ടുപിടിക്കാം. ആദ്യം എന്ത് ചെയ്യുന്നത്, ഒരു എക്സ് ഡിസ്റ്റൻസിലെ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതുക. mx is equal to va into x minus h into yd minus w into x into x by 2. then അതിനെ wx square by 2 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. va into x minus hy മൈനസ് wx സ്ക്വയർ ബൈ 2. ഇതിൽ നമുക്ക് വൈൻ്റെയും എക്സിൻ്റെയും വാല്യൂ നമുക്ക് ആറിൻ്റെയും സൈൻ തീറ്റാൻ്റെ ഫോമിലേക്ക് മാറ്റാം. നമുക്ക് എക്സിൻ്റെ വാല്യൂ അറിയാം, ആർ മൈനസ് ആർ സൈൻ തീറ്റ തന്നെയാണ്. അത് നമുക്ക് ഡയറക്റ്റ് അങ്ങനെ തന്നെ എഴുതാം, ആർ മൈനസ് ആർ സൈൻ തീറ്റ എന്ന് എഴുതാം. ദെൻ എച്ചിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ എച്ച് ഇസ് ഇക്വൽ ടു ആറിൻ്റെ വാല്യൂ എച്ച് മൈനസ് ആർ സൈൻ തീറ്റ ആണല്ലോ. എച്ച് ആറാണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ എച്ചിൻ്റെ വാല്യൂ നമ്മൾ ആറ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കിട്ടും, ആർ മൈനസ് ആർ സൈൻ തീറ്റ എന്ന് കിട്ടും. ദെൻ വൈൻ്റെ ഇക്വേഷൻ വെച്ചാൽ എച്ച് മൈനസ് ആർ സൈൻ തീറ്റ ആണല്ലോ. എച്ചിൻ്റെ വാല്യൂ ആറെന്ന് കൊടുത്ത് ദെൻ ആർ മൈനസ് ആർ സൈൻ തീറ്റ ഇതെല്ലാം ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വൈൻ്റെ വാല്യൂ ആർ കോസ് തീറ്റ എന്ന് കിട്ടും. ദെൻ ഈ രണ്ട് ഇക്വേഷനും ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ അതെല്ലാം ചുരുക്കി കഴിഞ്ഞ് അതെല്ലാം കൊടുത്ത് WR²/2 കോമൺ ആയിട്ട് പുറത്തെടുത്ത് ദെൻ ആ ഫോം നമ്മൾ ചുരുക്കി കഴിഞ്ഞാൽ WR²/2 × 1 മൈനസ് കോസ് തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മാക്സിമം ബെൻഡ് മൂവ്മെൻറ്റ് കണ്ടുപിടിക്കേണ്ടിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഡി എവിടെയാണോ ഇത് ആക്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടിട്ട് d ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. dmx / dt is equal to 0 കൊടുക്കുക. ദെൻ നമ്മൾ ഫ്രണ്ടിലത്തെ ടേം WR²/2 കോൺസ്റ്റൻ്റ് ആണ്. ദെൻ അതിനെ അവിടെ തന്നെ വെക്കും. 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 0 ആവും. കോസ് തീറ്റനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് സൈൻ തീറ്റ, അപ്പോൾ മൈനസും പ്ലസ് ആയിട്ട് സൈൻ തീറ്റ തന്നെയായിരിക്കും. ദെൻ സൈൻ സ്ക്വയർ തീറ്റനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. എല്ലാ ടേമും എഴുതുക. ദെൻ നമുക്ക് കിട്ടും WR²/2 ഇൻറ്റു കോസ് തീറ്റ മൈനസ് 2 സൈൻ തീറ്റ ഈക്വൽ ടു 0 ആണല്ലോ. ദെൻ അതുകൊണ്ട് തന്നെ നമുക്ക് ഈക്വൽ ടു 0 കൊടുക്കാം. ഓക്കെ, ഈക്വൽ ടു 0 കൊടുക്കുന്നത്. ദെൻ ഈ ടേം ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ടേം 0 ആയി പോകും. ദെൻ നമുക്ക് കിട്ടും ഇതിന്ന് സൈൻ കോമൺ ആയിട്ട് കൊടുത്തെടുക്കും. സൈൻ തീറ്റ × 1 മൈനസ് 2 കോസ് തീറ്റ കിട്ടും. സൈൻ കോമൺ ആയിട്ട് കൊടുത്തെടുക്കും. അതേപോലെ തന്നെ സൈനും ഇങ്ങോട്ടേക്ക് പോകുന്നു. ദെൻ നമുക്ക് ഈ ടേം മാത്രമല്ല 1 മൈനസ് 2 കോസ് തീറ്റ ഇസിക്കൽ ടു 0 കൊടുക്കുന്നു. ദെൻ നമുക്ക് കിട്ടും കോസ് തീറ്റ ഇസിക്കൽ ടു ഈ 1 ഇങ്ങോട്ടേക്ക് പോകും, 2 ഇങ്ങോട്ടേക്ക് പോകും. ദെൻ കോസ് തീറ്റ ഇസിക്കൽ ടു 0.5 എന്ന് കിട്ടും. ദെൻ നമുക്ക് കിട്ടും തീറ്റേൻ്റെ വാല്യൂ കോസ് ഇൻവേഴ്സ് 0.5 ചെയ്താൽ തീറ്റേൻ്റെ വാല്യൂ 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ ഈ 16 ഡിഗ്രി ഈ വാല്യൂ നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ WR²/2 × 1 മൈനസ് കോസ് തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടിയല്ലോ. അതിലേക്ക് തീറ്റേൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 60 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് നമുക്ക് മാക്സിമം മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടും WR² ഡിവൈഡഡ് ബൈ 8 എന്ന് മാക്സിമം ബെൻഡ് മൊമെൻറ്റ് ഇക്വേഷൻ കിട്ടും. സോ ഇതാണ് നമ്മളെ ഡെറിവേഷൻ. മാക്സിമം ബെൻഡ് മൂവ്മെൻറ്റും കണ്ടുപിടിച്ച് കഴിഞ്ഞ് അതേപോലെ തന്നെ റിയാക്ഷൻസും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തൊരു ഡെറിവേഷനാണ്. ഷോ ദി പാരാബോളിക് ഷേപ്പ് ഈസ് എ ഫുണിക്കുലർ ഷേപ്പ് ഫോർ എ 3-hinged arc subjected to UDL over the entire span. പാരാബോളിക് ഷേപ്പ് ഫുണിക്കുലർ ആണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞില്ല. അതിലെന്നാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലെ മൊമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് 0 ആണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. 0 ആണെന്ന് കിട്ടിയാൽ ഇതിൻ്റെ ഈ പാരാബോളിക് ഷേപ്പ് ഫുണിക്കുലർ ആയിരിക്കും. ദെൻ നമുക്കിത് ഫിഗർ വരക്കാം. VAയും VBയും ആക്ട് ചെയ്യുന്നുണ്ട്. എച്ച് എന്ന് വെച്ചാൽ റൈസ് H ആയിരിക്കും. വൈ ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ് L/2 ഒരു W എൻറ്റയർലി ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, H ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്കിതിന് നേരത്തെ പോലെ തന്നെ VAൻ്റെയും VBൻ്റെയും വലിയ WL/2 തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ചെയ്യാൻ പോകുന്നത് ടേക്ക് മൊമെൻ്റ് അറ്റ് C. ക്രൗണിലെ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത് അതിൽ H കണ്ടുപിടിക്കേണ്ടിട്ട് മൊമെൻറ്റ് അറ്റ് C ചെയ്യുമ്പോൾ VB ഇൻറ്റു ഈ ഡിസ്റ്റൻസ് L/2 മൈനസ് H ഇൻറ്റു
capital letter h into small letter h minus w into L by 2 into L by 2 divided by 2. ഓക്കെ, അത് L by 4 എന്നാവും. ദെൻ നമുക്ക് കിട്ടും VA into L by 2 minus h small capital letter h into small letter h minus w into L by 2 into L by 4 equal to 0. ദെൻ നമുക്ക് വിൻ്റെ വാല്യൂ നേരത്തെ കണ്ടുപിടിച്ച് L by 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ ബാക്കി എല്ലാ ടേമും നമുക്കറിയാം. ദെൻ നമ്മൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് സോൾവ് ചെയ്തതിന് എച്ചിൻ്റെ വാല്യൂ കിട്ടും WL²/8h എന്ന് എച്ചിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്ന മൊമെൻ്റ് അറ്റ് എനി സെക്ഷൻ ഫ്രം എ. എക്സ് ഡിസ്റ്റൻസിലില്ല ഏതെങ്കിലും എക്സ് ഡിസ്റ്റൻസിൽ മൊമെൻ്റ് എടുക്കുന്നു. എക്സ് ഡിസ്റ്റൻസിൽ മൊമെൻ്റ് എടുക്കുമ്പോൾ VA ഇൻറ്റു എക്സ് മൈനസ് H ഇൻറ്റു വൈ മൈനസ് W ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ 2 അതാണ് മൊമെൻ്റ് വരിക. ഓക്കെ ആണല്ലോ. VA ഇൻറ്റു എക്സ് മൈനസ് H ഇൻറ്റു വൈ ഇൻറ്റു W ഇൻറ്റു x²/2. ഓക്കെ ആണല്ലോ. VA WL by 2 കൊടുക്കുക. എച്ചിൻ്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച് WL²/8h കിട്ടി. വൈൻ്റെ വാല്യൂ 4hx ഡിവൈഡ് ബൈ L² ഇൻറ്റു L മൈനസ് എക്സ് മൈനസ് WX²/2. ദെൻ ഇതിന്ന് കോമൺ ആയിട്ടുള്ള ടേമെല്ലാം ക്യാൻസൽ ചെയ്തു. ദെൻ നമുക്ക് കിട്ടും WL by 2 ഇൻറ്റു എക്സ് മൈനസ് W by 2 ഇൻറ്റു എക്സ് ഇൻറ്റു L മൈനസ് എക്സ് മൈനസ് WX²/2. ദെൻ അത് നമുക്ക് അതെല്ലാം സോൾവ് ചെയ്തതിന് ബ്രാക്കറ്റിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മൊമെൻ്റ് അറ്റ് എനി സെക്ഷൻ ഫ്രം എക്സ് ഈസ് ഈക്വൽ ടു 0 ഫ്രം എയിലുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആയിട്ട് കിട്ടും. ദസ് തായൊന്ന് ചുരുക്കിയത് ദസ് ഫോർ എ parabolic arc subjected to UDL over its entire span, the bending moment at any section is 0. Hence, the parabolic shape is a funicular shape for a 3-hinged arc subjected to UDL over entire span. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പാരാബോളിക് ആർച്ച് ഡിഫറെൻറ്റ് സെക്ഷനിൽ ഉണ്ടാകുമ്പോൾ പാരാബോളിക് ആർച്ചിൻ്റെ പ്രോബ്ലം ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആട്ടാ, വേഗം നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എ 3-hinged parabolic arch having supports at different levels shown in figure carries a UDL of intensity 30 kN per meter over the portion left of the crown. Determine the horizontal thrust developed and also bending moment, normal thrust and radial shear force developed at the section 15 meter from left support. Okay, UDL തന്നിട്ടുണ്ട്. ഹാഫ് പോർഷനിൽ തന്നെ UDL ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് തൊട്ടിട്ട് എ തൊട്ടിട്ട് ഇതിൻ്റെ ക്രൗണ് വരെയുള്ള ഡിസ്റ്റൻസ് 5 ബി തൊട്ടിട്ട് ഇതിൻ്റെ ക്രൗണ് വരെയുള്ള ഡിസ്റ്റൻസ് 3 തന്നിട്ടുണ്ട്. അത് H1 H2 ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ മൊത്തം ഡിസ്റ്റൻസ് 40 തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് L1 ആയിട്ടും ഈ പോയിന്റ് തൊട്ടിട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് L2 ആയിട്ടും കൺസിഡർ ചെയ്യാം. നമുക്ക് പറഞ്ഞിട്ടില്ലേ 15 ഡിസ്റ്റൻസിൽ നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷെയറും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് L1 L2 വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ L1 കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് ഡിഫറെൻറ്റ് സെക്ഷനിൽ വരുമ്പോൾ ഇക്വേഷനാണ് ഇത് ഓർത്ത് വെക്കണം. L1 = L root H1 by root H1 plus root H2. H1 എന്ന് വെച്ചാൽ 5, H2 എന്ന് വെച്ചാൽ 3, L എന്ന് വെച്ചാൽ മൊത്തം ഡിസ്റ്റൻസ്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് L1 ഇക്വേഷൻ കിട്ടും. L1 വാല്യൂ കിട്ടും 22.54 മീറ്റർ എന്ന് കിട്ടും L1 വാല്യൂ. ദെൻ നമുക്കറിയാം L നിന്ന് മൊത്തം ഡിസ്റ്റൻസിൽ നിന്ന് L1 മൈനസ് ചെയ്താൽ L2 കിട്ടും. ദെൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് L2 = L minus L1. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് L2 വാല്യൂ 17.46 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ നേരത്തെ പോലെ തന്നെ മൊമെൻ്റ് ക്രൗൺ ചെയ്യുന്നു. മൊമെൻ്റ് ക്രൗൺ ചെയ്യുന്ന VB ഇൻറ്റു ഈ ഡിസ്റ്റൻസ് L2, VB ഇൻറ്റു L2 മൈനസ് H ഇൻറ്റു ഈ ഇവിടം വരെയുള്ള റൈസ് അത് 3 ആണ്, വേറെ ഒരു ലോഡും ഇല്ല. ദെൻ മൊമെൻ്റ് ക്രൗൺ ചെയ്യുമ്പോൾ VB ഇൻറ്റു 17.L2 = H ഇൻറ്റു 3. ദെൻ Hൻ്റെ വാല്യൂ കിട്ടും 5.82 VB എന്ന് കിട്ടും. VBൻ്റെ വാല്യൂ നമ്മൾ കൺസിഡർ ദെൻ ഇങ്ങനൊരു ഫോം നമുക്ക് കിട്ടും. H is equal to 5.82 VB എന്ന് കിട്ടും. ദെൻ മൊമെൻ്റ് A കണ്ടുപിടിക്കുന്നത്. മൊമെൻ്റ് A എന്ന് ചെയ്യുമ്പോൾ VB ഇൻറ്റു മൊത്തം ഡിസ്റ്റൻസ് 40 പ്ലസ് H എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ വരെ ഡിസ്റ്റൻസ് ആണ് അവൻ്റെ ഈ പോയിന്റ് തൊട്ടിട്ട് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 2 ആയിരിക്കും. 5 എന്ന് 3 മൈനസ് ചെയ്തിട്ടില്ല വാല്യൂ ആണ് എടുക്കേണ്ടിടാം. ഇവിടെ ചെയ്യുമ്പോൾ H ഇൻറ്റു ചെയ്യേണ്ടത് H ഇൻറ്റു 2.
ഈക്വൽ ടു 13 ഇൻറ്റു L1 ഇൻറ്റു L1/2 അതാണ് ഈക്വൽ മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ. ദെൻ ദെൻ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന എച്ചിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വിബിൻ്റെ വാല്യൂ നമ്മൾ ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ഇപ്പം കിട്ടിയ വാല്യൂ ഈ എച്ചിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വിബിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. 147.58 എന്ന് കിട്ടും. ദെൻ ആ വിബിൻ്റെ വാല്യൂ എച്ചിൻ്റെ ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എച്ചിൻ്റെ ഇക്വേഷൻ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് എച്ചിൻ്റെ വാല്യൂ കിട്ടും 858.92 എന്ന് എച്ചിൻ്റെ വാല്യൂവും കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, ദെൻ നമ്മൾ വി എൻ്റെ വാല്യൂ കിട്ടും. വി എൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യേണ്ടത് VA + VB = 13 × L1. ഓക്കെ, 13 × L1. ദെൻ നമുക്ക് വിബിൻ്റെ വാല്യൂ നേരത്തെ കണ്ടുപിടിച്ച് 147.85. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L1 നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ VAൻ്റെ വാല്യൂ കിട്ടും 858.02 kN എന്ന് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൊമെൻ്റ് അറ്റ് D, ഒരു ഡിസ്റ്റൻസിലില്ലേ മൊമെൻ്റ് കണ്ടുപിടിക്കണം. 15 ആണല്ലോ ഇവിടെ തന്നിരിക്കുന്ന മൊമെൻ്റ്. ഓക്കെ, ഈ ഡിസ്റ്റൻസിലെ മൊമെൻ്റ് കണ്ടുപിടിക്കണം. അതിന് VA × 15 മൈനസ് H × YD H × YD മൈനസ് ഈ ഡിസ്റ്റൻസ് 13 × 15 × 15/2. അതുകൊണ്ട് തന്നെ ഇരുന്ന് YDൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം. M/D = 0 ചെയ്യുന്ന 582 VA × 15 മൈനസ് 858 എച്ചിൻ്റെ വാല്യൂ ഇൻറ്റു YD മൈനസ് 13 × 50² 2. അതിന് YDൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടിയിട്ട് നമ്മൾ പാരാബോളൻ്റെ ഇക്വേഷൻ 4HX / L² × L - x. ഇതിൽ മൊത്തം ലെങ്ത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലെങ്ത്തിനെ ഇവിടെ ലെങ്ത്തിനെ 2L1 എന്നായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ അത് ഇപ്പുറത്തെ സൈഡിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് സെക്ഷൻ കണ്ടുപിടിക്കേണ്ടത് വന്നിട്ടുണ്ടെങ്കിൽ 2L2 ആണ് എടുക്കേണ്ടത്. ഓക്കെ, ദെൻ L1ൻ്റെ വാല്യൂ കൊടുക്കുന്നത് YDൻ്റെ ഇക്വേഷൻ. YDക്ക് വാല്യൂ കിട്ടും 4.44 മീറ്റർ എന്ന് കിട്ടും. ദെൻ ഈ YD ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊമെൻ്റ് അറ്റ് D = Dൻ്റെ വാല്യൂ കിട്ടും 740 kN എന്ന് കിട്ടും. ഓക്കെ, ദെൻ അടുത്താണ് നമുക്ക് നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷെയറും കണ്ടുപിടിക്കണമെങ്കിൽ തീറ്റ വേണം. അതിന് /dx = tan θ. ദെൻ 4HX നേരത്തെ പോലെ തന്നെ 4H × 2L1 മൈനസ് 2X / 2L1². ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന തീറ്റൻ്റെ വാല്യൂ കിട്ടും 8.44 ഡിഗ്രി എന്ന് കിട്ടും. ഇത് നമ്മൾ വി കണ്ടുപിടിക്കുക. ആ സെക്ഷനിൽ വി കണ്ടുപിടിക്കണമെങ്കിൽ VA മൈനസ് താഴോട്ടേക്ക് 13 ഇൻറ്റു ആ ഡിസ്റ്റൻസ് 15 30 × 15 ചെയ്യാം. VA മൈനസ് 30 × 15. ദെൻ നമുക്ക് വിക്ക് വാല്യൂ കിട്ടും 78.62 kN എന്ന് കിട്ടും. ദെൻ നമുക്ക് വി കിട്ടി, തീറ്റ കിട്ടി, എച്ച് കിട്ടി. നോർമൽ ത്രസ്റ്റിൻ്റെ വാല്യൂ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോർമൽ ത്രസ്റ്റിൻ്റെ വാല്യൂ കിട്ടും 801.11 kN എന്ന് കിട്ടും. ദെൻ അതേപോലെ തന്നെ റേഡിയൽ ഷെയറിലും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി cos θ മൈനസ് H sin θ. വിൻ്റെ വാല്യൂ എടുക്കുക, തീറ്റേൻ്റെ വാല്യൂ എടുക്കുക, എച്ചിൻ്റെ വാല്യൂ എടുക്കുക, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടും -48.28 kN എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ KTU Civil & Mech Corner. താങ്ക് യു.